ഹലോ ഗൈസ്, ജിംഖാന ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ആഴിമലയിലാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ ആഴിമലയിലേക്ക് പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്താ ആ ഒരു ആർച്ച് കണ്ടിട്ടില്ലേ, അവിടെയാണ് ബസ് ഇറങ്ങേണ്ടത്. അപ്പോൾ വിഴിഞ്ഞം റൂട്ടിൽ പോകുന്ന ബസ്സിൽ കയറിയാൽ മതി. അപ്പോൾ ഇവിടെ കണ്ടക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടെ ഇറക്കി തരും കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മളെ മെയിൻ റോട്ടിൽ നിന്ന് 700 മീറ്റർ നമ്മൾ ആഴിമലയിലേക്ക് നടക്കണം കേട്ടോ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, ടൂറിസ്റ്റ്. ഇത് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ആർച്ചിൻ്റെ അടുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നടക്കാം, അല്ലെങ്കിൽ ഓട്ടോ സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ഇതേപോലെ അപ്പോൾ ആദിയോഗിൻ്റെയും അതുപോലെ തന്നെ ബുദ്ധൻ്റെയും ഒക്കെ സ്റ്റാച്ചു നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതേപോലുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് കേട്ടോ. ഇതൊരു ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. അപ്പോൾ ഗൈസ്, ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് റിസോർട്ട് ഉണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ഒരു ശിവന്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ഈ ഒരു സ്റ്റാച്ചു ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് കണ്ടാ, ചെറുങ്ങനെ. അപ്പം നല്ല തിരക്കാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി കേട്ടാ. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയ ഒരു ആൽമരം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻട്രൻസ്. അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഗൈസ്, ക്ഷേത്രത്തിൻ്റെ വാസ്തുശൈലിയിൽ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ്. ക്ഷേത്ര കവാടവും ഗോപുരങ്ങളും ഗണപതി, അയ്യപ്പൻ, വിഷ്ണു, മുരുകൻ, ഹനുമാൻ തുടങ്ങിയ വിവിധ ഹൈന്ദവ ദേവതകളുടെ വർണ്ണവമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. പ്രധാന പ്രതിഷ്ഠയായ ശിവൻ്റെയും മറ്റ് ഉപദേവതകളുടെയും ശ്രീകോവിലുകൾ മനോഹരമായ കൊത്തുപണികളാൽ ചുമരിൽ അലങ്കരിച്ചിരിക്കുന്നു. ശിവൻ്റെ സ്റ്റാച്ചു കാണുന്നതിനുള്ള സമയം രാവിലെ 5:30 മുതൽ രാത്രി 8 മണി വരെയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. ഇതാ ഇങ്ങനെല്ലാം കെട്ടിയിട്ടുണ്ട്, ഈ ഒരു കൊമ്പിനൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ കാണുന്നത് കുട്ടികൾ ഉണ്ടാവാത്തവർക്ക് ഇവിടെ വന്ന് തൊട്ടിൽ കെട്ടിയാൽ കുട്ടികൾ ഉണ്ടാവുമെന്ന വിശ്വാസത്തിലാണ് ഈ കാണുന്ന തൊട്ടിലൊക്കെ കെട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടത്തം വരെ വരും കേട്ടോ. പാർക്കിംഗ് ഫീസ് ഉണ്ട്. അപ്പോൾ വണ്ടി ഇവിടത്തം വരെ വരും. എന്താ കാറിലിടെ നിർത്തി വെച്ചിട്ടുണ്ട്. കണ്ട ഗൈസ്, അടിപൊളി ഒരു രക്ഷയില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. സ്റ്റാച്ചുവിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ബീച്ച് ഉണ്ട് കേട്ടോ. കാണുന്നില്ലേ?
അപ്പോൾ ഗൈസ് ഇവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ. അപ്പോൾ ശിവന്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ പോകാൻ ടിക്കറ്റ് എടുക്കണം എന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ തൊട്ട് എൻ്റെ ബാഗൊക്കെ ഉണ്ടോ അവിടെ അമ്പലമാണ്. അപ്പോൾ അവിടെ നമുക്ക് മൊബൈലോ അല്ലെങ്കിൽ ക്യാമറയോ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടോ, ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഫോട്ടോ അതുപോലെ തന്നെ ക്യാമറയോ ഒക്കെ എടുക്കാൻ പറ്റും. കേരളത്തിലെ ഏറ്റവും വലിയ ശിവൻ്റെ പ്രതിമയാണിത്. 58 അടി ഉയരമുണ്ട് കേട്ടോ. പിന്നെ കോൺക്രീറ്റിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണിത്. ജാതിമത ഭേദമന്യേ വിശ്വാസികളായ എല്ലാവർക്കും ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. അമ്പത്തെട്ടടി ഉയരമുള്ള ശിവന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള കോൺക്രീറ്റ് ശില്പം സ്ഥാപിച്ചതിന് ശേഷമാണ് ക്ഷേത്രം കൂടുതൽ പ്രസിദ്ധി നേടിയത്. ആഴിമല സ്വദേശിയായ PS ദേവദത്തൻ എന്ന ആളാണ് ഇതിൻ്റെ ശില്പി. 2014 ശില്പത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 2020 നിർമ്മാണം പൂർത്തിയാക്കി. അതേ വർഷം ഡിസംബർ 31 ശില്പം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. അപ്പോൾ ഗൈസ് ഈ കാണുന്നത് പാലാഴി കടയുന്നതാണ് കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിനാട്ടാ. എന്നാ ശിവന്റെ കാല് കണ്ടോ, അത്ര പെർഫെക്റ്റായിട്ടാണ് അതിൻ്റെ കൊത്തുപണിയെല്ലാം എടുത്തിരിക്കുന്നത്. വലിയ ശൂലുണ്ട് കേട്ടോ. ആ ശൂലത്തിൻ്റെ മുകളിൽ കണ്ടോ പാമ്പിനെ കണ്ടോ. ഗംഗാദേവിയെ ജടയിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് ശില്പം ചിത്രീകരിക്കുന്നത്. 20 അടി ഉയരമുള്ള പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. കടലിനോട് വളരെ ചേർന്നുള്ളതിനാൽ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ശിവരൂപത്തിന് താഴെ 3 നിലകളിലായി 3500 ചതുരശ്ര അടി വിസ്തീർണമുള്ള ധ്യാനമണ്ഡപവും നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള കിടക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.